ഹലോ പ്രിയപ്പെട്ടവരെ, എയർ ബ്രേക്ക് എങ്ങനെ ചവിട്ടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ മിക്കവാറുമുള്ള ഹെവി വാഹനങ്ങളിലൊക്കെ എയർ ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഇനി എയർ ബ്രേക്ക് നിങ്ങൾ ഓടിക്കുന്ന ചില സിംഗിൾ വീൽ വണ്ടി, അതായത് ചില സിംഗിൾ വീൽ വലിയ വണ്ടിയിലും ഡബിൾ വീൽ വണ്ടിയിലൊക്കെ ഫ്ലൂയിഡ് ബ്രേക്കുകൾ വരും. ആ വണ്ടിയുടെ വലിപ്പം വെച്ച് നമുക്ക് ഒരിക്കലും അത് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് അറിയാനൊരു മാർഗ്ഗമുണ്ട്. വണ്ടിയുടെ വെളിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ എയർ ടാങ്ക് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ എയർ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും, ഇങ്ങനെ ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാം എയർ ബ്രേക്ക് വണ്ടിയാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഈ മീറ്ററിൻ്റെ ഈ ക്ലസ്റ്റർ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ രണ്ട് ബാറെന്ന് എഴുതിയ 2 മീറ്ററുകളുണ്ട്. അത് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാം ഇത് എയർ ബ്രേക്ക് വണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എയർ ബ്രേക്ക് ചവിട്ടുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാമെന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എയർ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും വണ്ടിയുടെ ലോഡ് അനുസരിച്ചാണ് നമ്മളിതിൽ പ്രഷർ കൊടുക്കുന്നത്. നമ്മൾ വണ്ടിയുടെ ലോഡ് അനുസരിച്ചാണ് നമ്മളിതിൽ പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ ലോഡ് കാലുവണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചവിട്ടി നിർത്താം. പക്ഷേ ലോഡ് കയറുന്നതനുസരിച്ച് ഇതിൽ ചവിട്ടിൽ കൊടുക്കുന്ന പ്രഷറിൽ മാറ്റങ്ങൾ വരും. പിന്നെ ഇതിനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് തവണ നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ എയർ പ്രഷർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ മൈനസ് ആയിക്കൊണ്ടിരിക്കും. എയറിൻ്റെ പ്രഷർ അത് ഞാൻ കാണിച്ചു തരാതുണ്ട്. ഇതിങ്ങനെ നമ്മൾ ചാവി ഓൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബാർ എന്നുള്ളതുണ്ട്. ഈ 6 മുതൽ 8 ബാർ വരെയാണ് സാധാരണ ഒരു എയർ ബ്രേക്ക് വണ്ടി ഓടാനുള്ളൊരു ബാർ പ്രഷർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചവിട്ടിങ്ങനുണ്ട്, ഓരോ ചവിട്ടിനും ഇതിങ്ങനെ കുറഞ്ഞ് പുറകോട്ടുന്നുണ്ട്, ഇങ്ങനെ കുറഞ്ഞു. അത് ഈ സൂചി ഉണ്ട്, ഇത് ഈ എയറിൻ്റെ മീറ്ററിൻ്റെ സൂചി ഉണ്ട്, ഇത് പുറകോട്ട് വരും ഉണ്ടോ. ഇങ്ങനെ പുറകോട്ട് വന്ന് എയർ ബ്രേക്ക് വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ഫ്ലൂയിഡ് ബ്രേക്ക് വണ്ടിക്കൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഈ സംഭവം നോക്കിക്കോണം. 6 ഇതുണ്ട്, ഈ 6ൻ്റെ തൊട്ട് താഴെ കണ്ടോ ഒരു റെഡ് ലൈൻ കണ്ടോ. അപ്പോൾ അവിടം വരെയൊക്കെ എത്തുമ്പോഴത്തേനും ഇതുണ്ട്, ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് കത്തി, ഒരു ഡേഞ്ചർ ലൈറ്റ് എന്നുള്ള സംഭവം തെളിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ എയർ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചുമ്മാ ചവിട്ടി എയർ കുറഞ്ഞു പോയി. അപ്പോൾ അതാണ് ഈ എയർ ബ്രേക്ക് വണ്ടികൾ ന്യൂട്രടിക്കലെന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ന്യൂട്രടിച്ച് നമ്മളിങ്ങനെ ചവിട്ടി വണ്ടി ഓഫ് ആകുമ്പോഴത്തേനും ചവിട്ടി ഇങ്ങനെ കാല് വെച്ച് എയർ കുറയും. എയർ കുറഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല, നിൽക്കത്തില്ല. ഓട്ടോമാറ്റിക് ബ്രേക്കിലൊന്നും ചിലപ്പോൾ വണ്ടി നിന്നിരിക്കത്തില്ല. ലോഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ല. ചുമ്മാ ഈ ചവിട്ടുമ്പോൾ തന്നെ ഈ പെടലിങ്ങനെ മറിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, വണ്ടി നിൽക്കത്തില്ല, അപകടം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എയർ കുറഞ്ഞ് നിൽക്കുന്ന കണ്ടീഷനിൽ നമുക്കിപ്പോൾ എയർ കയറ്റിക്കൊണ്ടിരുന്നു. അതിനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പലർക്കും സംശയമുള്ളത് എങ്ങനെയാണ് എയർ കയറ്റുന്നത് എന്നുള്ളത്. എയർ എങ്ങനെയാണ്, ഞാനിപ്പോൾ ആ സൗണ്ട് കാരണം ഇവിടെ ഓഫാക്കിയാണേ. എയർ കയറ്റുന്നത് എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടതെന്നൊക്കെ. എയർ കയറ്റാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വണ്ടി ന്യൂട്രാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എൻജിൻ കംപ്രസർ വർക്ക് ചെയ്തിട്ട് എയർ കയറിക്കോളും. എന്നിട്ട് നമുക്ക് എയർ അതിന് റേസ് ചെയ്യണമെന്നൊക്കെ പലരും ചോദിക്കുന്നത്. റേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ, പഴയ മോഡൽ വണ്ടിയൊക്കെയാണ് ഇട്ട് റേസ് ചെയ്യുന്നത്. എയർ കയറാൻ ചിലപ്പോൾ ലീക്കുള്ള എയറിന് പ്രഷറിൽ ലീക്കുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ആ പൈപ്പ് ലൈനിൽ എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എയർ കയറാൻ താമസം വരും. പുതിയ മോഡൽ വണ്ടികളിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് ചുമ്മാ ഒരു ഐഡിയൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടാൽ മതി, പെട്ടെന്ന് എയർ കയറിക്കോളും. നമുക്ക് ന്യൂട്രാക്കാം. ഇപ്പം വണ്ടി ഈ വണ്ടി ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞാലും ഈ വണ്ടി ഉണ്ടോ, ഇതിപ്പം എയർ കുറവുണ്ട്, എന്നിട്ട് വലിയ വണ്ടി പുറകോട്ട് പോകുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്ക് അതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എയർ കുറഞ്ഞ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ, എന്നിട്ട് വണ്ടി പുറകോട്ട് ഉരുളുണ്ടോ, ഇതിപ്പോൾ ഉരുണ്ട് പോകുന്നുണ്ട് പുറകോട്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലരും പറയുന്നതാണ് എയർ ബ്രേക്ക് വണ്ടിക്ക് എയർ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി നിൽക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. പല വണ്ടിക്കും പല രീതിയാണ് ബ്രേക്കിൻ്റെ സെറ്റിങ്ങൊക്കെ ബന്ധപ്പെട്ടിരിക്കുക എൻ്റെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ വാഹന സംബന്ധമായിട്ടുള്ള ഈ അറിയാൻ മേലത്തവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടോ ഒരു കാരണവശാലും നമ്മൾ മോട്ടോർ വാഹന നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. ഒരു കാരണവശാലും അവരെ നമ്മൾ ധിക്കരിക്കാനോ മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കാനോ തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അറിയത്തില്ലാത്തവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എയർ ബ്രേക്ക് ഇപ്പം എയർ കുറഞ്ഞ് നിൽക്കുന്ന കണ്ടീഷനാണ്. എന്നിട്ടും പോലും ഉണ്ടോ വണ്ടി പുറകോട്ട് പോകുന്നതുണ്ടോ, ഇതിങ്ങനെ പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ കയറ്റണം.
എയർ കയറ്റാനായിട്ട് ന്യൂട്രാക്കുന്നു. വണ്ടി ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് പാർക്ക് ബ്രേക്കിൽ തന്നെ ഇട്ടേക്കാം. അപ്പം നമ്മളിത് റോഡിലൊന്നുമല്ല കാണിക്കുന്നത്, ഇപ്പം നമ്മുടെ ഗ്രൗണ്ടിലാണ് ഈ നിർത്തി കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഐഡിയൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കയറി വരും. നമുക്ക് അത് പെട്ടെന്ന് കയറാൻ ഫാസ്റ്റായിട്ട് കയറാൻ വേണ്ടി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാല് കൊടുത്താലും തെറ്റൊന്നുമില്ല. ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ തന്നെ RPM മീറ്റർ നോക്കണേ. നമുക്കൊരു 10-നും 20-നും ഇടയ്ക്കുള്ള ഒരു 15 RPM നമുക്ക് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഈ സൗണ്ട് ഇപ്പോൾ മാറി, ആ ഒരു സൗണ്ട് മാറി. അപ്പോൾ ഇതുണ്ട് ഈ മീറ്റർ കയറി വരുന്നുണ്ടോ. അപ്പോൾ ഇത് 6 കഴിഞ്ഞിട്ട് ഒരു 8 റീഡിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ളൊരു ബ്രേക്ക് ആവും. 8 തൊട്ട് 10 വരെയാണ് അതൊരു നോർമൽ കണ്ടീഷൻ. സാധാരണ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ തന്നെ എങ്ങനെ എയർ ചില വണ്ടികൾക്ക് എങ്ങനെ എയർ കുറഞ്ഞിരിക്കുക, അങ്ങനെയുള്ള വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1-2 മിനിറ്റൊക്കെ ഇടുമ്പോൾ തന്നെ എയർ ആകും. അല്ലാതെ രാവിലെ കയറി ഇരുന്ന് ചവിട്ടിപ്പിടി ആക്സിലേറ്റർ ചവിട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എയർ ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ വണ്ടി കണ്ടോ ആ ഒരു സിഗ്നൽ ലൈറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ളൊരു കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. എയർ ഫുള്ളായിട്ടുണ്ട്. എയർ ഫുള്ളാകുമ്പോഴത്തേനും ഒരു നമ്മുടെ എയർ ടാങ്കിനകത്ത് നിന്ന് ഒരു എയർ ഔട്ടാകുന്ന ഒരു സൗണ്ട് കേൾക്കാം. മിക്കവാറുള്ള വണ്ടികൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാം. ഇപ്പം കുറച്ചുകൂടെ ഈ ഒരു റീഡിങ് ഇത്രയൊക്കെ വരണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വണ്ടി ഓടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എയർ കയറും. അപ്പോൾ നമ്മളിപ്പം ഒരു എയർ ഏകദേശം ആയപ്പോൾ തന്നെ വണ്ടി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി എയർ കയറിക്കോളും. ഇപ്പം നേരത്തൊക്കെ നമുക്ക് ബ്രേക്ക് ചവിട്ടണമെങ്കിൽ ബ്രേക്കിൽ നമുക്ക് ആഞ്ഞ് ചവിട്ടുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. ചെറുതായിട്ട് കാലൊന്ന് വെച്ച് കൊടുത്താൽ മതി. വണ്ടിയിൽ ഓടുന്നുണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് കാലൊന്ന് വെച്ച് കൊടുത്താൽ ബ്രേക്ക് ആയിക്കോളും. ഇപ്പം നമുക്കിവിടെ നിർത്തണം. ഇപ്പം നമ്മൾ ബ്രേക്ക് വെക്കുന്ന എങ്ങനെ നോക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കാലുന്നുണ്ട്, ഇത്രയും ചെറുതായിട്ടൊന്ന് കാല് വെച്ച് കൊടുത്തേ ഉള്ളൂ. എത്രയൊന്ന് കാല് വെച്ച് കൊടുത്തേ ഉള്ളൂ. ബ്രേക്ക് ആയിട്ടുണ്ട്, വണ്ടി നിന്നും. സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഈ പ്രഷർ കുറയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ വണ്ടി റോഡിൽ ഓടുമ്പോൾ എങ്ങനെയാണ് എയർ ബ്രേക്ക് ചവിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ എയർ ബ്രേക്ക് ചവിട്ടാൻ ആദ്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലും വീഡിയോയ്ക്ക് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ഈ വീഡിയോ കാണത്തില്ല. നിങ്ങൾ വെറുക്കത്തേ ഉള്ളൂ, നിങ്ങൾക്ക് വെറുപ്പാത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയർ ബ്രേക്കിൻ്റെ വീഡിയോകൾ നമ്മൾ കുറേ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോറടി ഉണ്ടാകാത്ത രീതിയിലാണ്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മാത്രമേ ഇതൊരു 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ അത്യാവശ്യം കാണുന്നൊക്കെയാണ്, പക്ഷേ തീരെ ലൈക്കുകളും കമൻറ്റുകളൊക്കെ വീഡിയോയ്ക്ക് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോകൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാവണം. അപ്പോൾ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, വാഹന പ്രേമികളിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേണ്ട അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം വീഡിയോ 15 മിനിറ്റോളം ലെങ്ത് വരും. അപ്പോൾ അത്രയും വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പറയാൻ റെക്കമെൻഡേഷനിൽ പോകത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഷോർട്ടാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ.